കോട്ടയം കടുത്തുരുത്തിയിൽ ആളില്ലാത്ത സമയം വീട് ജപ്തി ചെയ്ത് അർബൻ ബാങ്കിന്റെ ക്രൂരത. കടുത്തുരുത്തി മാന്നാർ സ്വദേശി പൂമംഗലം വീട്ടിൽ ശാന്തമ്മയുടെ വീടാണ് ജപ്തി ചെയ്തത്. ആശുപത്രിയിൽ പോയ നേരത്താണ് വീട് ജപ്തി ചെയ്തത്. 18 ലക്ഷം രൂപയോളമാണ് ഇവർ ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ ഉള്ളത്. ബാങ്കിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് വീട്ടമ്മ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും സമാനമായ ഒരു വാർത്ത വന്നിരുന്നു. അവർ ആശുപത്രിയിൽ പോയപ്പോൾ വീട് ജപ്തി ചെയ്ത് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടു എന്നുള്ള വാർത്ത. ഏതായാലും ആ വിഷയത്തിൽ ഒരു പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സമാനമായ വാർത്തയാണ് എത്തുന്നത്. മുഖ്യമന്ത്രിയൊക്കെ തന്നെ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരത്തിൽ ക്രൂരത ചെയ്യരുത് മനുഷ്യരോട് എന്നുള്ളത്. പക്ഷേ അർബൻ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് അതുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ കിട്ടുന്നുണ്ടോ നമുക്ക്? ഈ വീട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ സംഭവം നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ജപ്തി നടപടി ഉണ്ടായത്. അതിൽ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കടുത്തുരുത്തി മാന്നാർ സ്വദേശിയായിട്ടുള്ള ശാന്തമ്മ, അവരും ഭർത്താവ് സദാശിവനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് തിരികെ വരുമ്പോഴത്തേക്കാണ് ഇത്തരത്തിൽ വീട് ജപ്തി ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. വീടിന്റെ പിന്നിലെ വാതിൽ പൊളിച്ചുകൊണ്ട് അകത്ത് കയറിയിട്ടാണ് ഇവർ വീട് അടക്കം ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ശാന്തമ്മ തന്നെ പറയുകയും ചെയ്യുന്നത്. ശാന്തമ്മയും മകനും കക്ഷി ചേർന്നുകൊണ്ട് വീട് പണയം വെച്ചുകൊണ്ട് 7 ലക്ഷം രൂപയോളം ഈ കടുത്തുരുത്തി അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പലിശയും മറ്റ് പിഴപ്പലിശയും എല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ 18 ലക്ഷത്തിലധികം രൂപ അടയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. ഒപ്പം ഈ മാസം 28-ന് തുക തിരിച്ചടയ്ക്കാമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ് ശാന്തമ്മ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെയാണ് ഈ ക്രൂരത തന്നോട് കാണിച്ചത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, മരുന്നോ ഉടുതുണിയോ പോലും വീടിനുള്ളിൽ നിന്ന് എടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതും. അപ്പോഴേക്കും വീട് പൂർണ്ണമായിട്ടും പൂട്ടി ജപ്തി ചെയ്ത് സീൽ വെച്ച ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇന്നലെ മുതൽ അവർ പെരുവഴിയിലാണെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇത് UDF ഭരിക്കുന്ന ഒരു ബാങ്കാണ്, ഈ കടുത്തുരുത്തി അർബൻ ബാങ്ക്. ഇതിനെതിരായിട്ട് ഈ UDFന്റെ DCC അംഗം പോലും ഇപ്പോൾ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ശാന്തമ്മയുടെ ബന്ധുവായിട്ടുള്ള മഹിളാമണി എന്ന് പറയുന്ന അവർ നിലവിൽ കോട്ടയത്തെ DCC മെമ്പറാണ്. അവരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു ക്രൂരത തന്നെയാണ് ഈ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായതെന്നാണ് ഈ DCC അംഗം അടക്കം ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അവർ സാവകാശം ചോദിച്ചിരുന്നു. മാത്രമല്ല, കൃത്യമായിട്ട് 28-ാം തീയതി അടയ്ക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് പോലും അതിന് ചെവി കൊടുക്കാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല എന്നാണ് ഈ പ്രതിഷേധിക്കുന്ന ഇവർ രണ്ടുപേരും ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അതേസമയം ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.